നേപ്പാളിലെ ജൻസി പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 22 ഉയർന്നു. സംഘർഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. പ്രക്ഷോഭകാരികൾ ജയിലുകൾ ഉൾപ്പെടെ ആക്രമിച്ചു. നേപ്പാളിൽ ജൻസി പ്രതിഷേധം തുടരുകയാണ്. യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ട്. പ്രക്ഷോഭകാരികളായ യുവാക്കളോട് സമാധാനം പാലിക്കാൻ സേനാ മേധാവി ആവശ്യപ്പെട്ടു. സമരം അവസാനിപ്പിച്ച് ചർച്ചകൾക്ക് തയ്യാറാകണമെന്ന് യുവാക്കളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ പൈതൃകം, പൊതു സ്വകാര്യ സ്വത്തുക്കൾ, നയതന്ത്ര കാര്യാലയങ്ങൾ എന്നിവ സംരക്ഷിക്കുക, സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുക എന്നിവ നമ്മുടെ പൊതുകടമയാണെന്നും സേനാ മേധാവി പ്രസ്താവനയിലൂടെ ഓർമ്മപ്പെടുത്തി. പ്രതിഷേധങ്ങളുടെ മറവിൽ കൊള്ള നടത്തുന്നതിനെതിരെ സൈന്യം ശക്തമായ താക്കീത് നൽകി. ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നാൽ സൈന്യത്തിന് കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളത്തിന്റെ സുരക്ഷാ ചുമതലയും സൈന്യം ഏറ്റെടുത്തു. എയർ ഇന്ത്യ, സ്പേസ് ജെറ്റ് തുടങ്ങി നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും പ്രസിഡന്റും രാജിവെച്ചതിനെ തുടർന്നാണ് രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല സൈന്യം ഏറ്റെടുത്തത്. നേപ്പാളിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. സമാധാനത്തിലേക്ക് മടങ്ങിയെത്താൻ ലോകരാജ്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. വിവിധ രാജ്യങ്ങൾ നേപ്പാളിലേക്ക് പോകുന്നതിന് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നേപ്പാളിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.